ടെക് ടു ലൈഫ് ബൈ എസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എപ്പോക്സി ഫ്ലോറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വീടിന്റെ വർക്ക് ഏരിയ ചെയ്യുമ്പോൾ നമ്മൾ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ സിമന്റ് ഫ്ലോറിംഗ് നടത്തി അതിനുശേഷം നമ്മൾ എപ്പോക്സി അടിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ കിട്ടുന്ന പെയിന്റുകളൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണോ അത് നമ്മൾ വർക്ക് ഏരിയ പണിയുമ്പോൾ തന്നെ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ടൈല് വിരിക്കുന്നതാണോ ലാഭകരം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ സിമന്റ് ചാന്തെല്ലാം ഇട്ട അല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് ഇട്ട ഫ്ലോറിൽ നമുക്ക് പിന്നീട് കളറൊക്കെ ഫെയ്ഡ് ആകുമ്പോൾ നമുക്ക് എപ്പോക്സി എങ്ങനെ ചെയ്യാം, അത് നല്ല രീതിയിൽ ഏത് ബ്രാൻഡ് ഉപയോഗിച്ച് ചെയ്യണം എന്നും നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കുന്നുണ്ട്. എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എനിക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ എപ്പോക്സി കോട്ടിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ പഴയ സിമന്റ് ഫ്ലോറില അല്ലെങ്കിൽ നമ്മുടെ പുതിയ സിമന്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് സെയിം മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പഴയ ഫ്ലോറിൽ നമ്മൾ റെഡ് ഓക്സൈഡോ അല്ലെങ്കിൽ ഗ്രേ ഓക്സൈഡോ ഏതെങ്കിലും ഇട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് അതിന്റെ മേളിലും ഇത് ക്ലീൻ ചെയ്തിട്ട് അടിക്കാൻ പറ്റും. അതുപോലെ പുതിയ ഫ്ലോർ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഈ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോക്സി അടിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലോറിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ബ്രഷും ചൂലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കുത്തിക്കളയാനുള്ള ലൂസ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും കുത്തിക്കളയുക. അതുപോലെ എന്തെങ്കിലും ലെവലിംഗ് ഉണ്ടെങ്കിൽ പേപ്പർ വെച്ച് ലെവൽ ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ടർപ്പന തിന്നർ ഉപയോഗിച്ചിട്ട് ഫ്ലോറിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. തിന്നർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പഴയ ഫ്ലോർ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് ഇളകി പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഫ്ലോറിൽ നമ്മൾ തിന്നർ ഉപയോഗിക്കരുത്, നമ്മൾ ടർപ്പൻ തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പുതിയ ഫ്ലോറിലാണ് ടർപ്പൻ ഉപയോഗിച്ച് ചെളി മഴക്കെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന വീടിന്റെ ഫ്ലോർ ഇത് ഒരു വർക്ക് ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ ഫ്ലോർ നേരത്തെ എപ്പോക്സി ഒന്നും അടിച്ചിട്ടുണ്ടായില്ല, റെഡ് ഓക്സൈഡ് ചെയ്തിരുന്ന ഫ്ലോർ ആണ്. അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോ എപ്പോക്സി കോട്ടിങ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ നോക്കി കാണാം, നേരെ നമ്മൾ പ്രൈമിംഗ് കോട്ട് കൊടുത്തേക്കണം. പ്രൈമർ എന്ന എപ്പോക്സി ഗ്രേ പ്രൈമർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം ഒരു കോട്ട് ഗ്രേ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി വന്നെങ്കിൽ ഏകദേശം 4 മണിക്കൂർ എടുക്കുക. അപ്പൊ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കോട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പ്രൈമിംഗ് കോട്ട് കൊടുക്കുക. നന്നായിട്ട് ഉണങ്ങിയ ശേഷം, അതായത് ഒരു 8 മണിക്കൂറും കഴിഞ്ഞിട്ട് അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് അടുത്ത കളർ കൊടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ പ്രൈമിംഗ് കോട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് SD എന്ന് പറയുന്ന കമ്പനിയുടെ എപ്പോക്സി ഗ്രേ ആണ്. എപ്പോക്സി ഗ്രേ പ്രൈമർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആമസോൺ വഴി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ആമസോണിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ നമ്മൾ എപ്പോഴും എപ്പോക്സി വാങ്ങുമ്പോൾ 2 പാക്ക് വാങ്ങിക്കുക. ഇതിന്റെ ഹാർഡനറാണ്, ഇതാണ് ഇതിന്റെ പെയിന്റ് വരുന്നത്. അപ്പൊ ഹാർഡനർ ചേർക്കുന്ന എപ്പോക്സി പ്രൈമറും എപ്പോക്സി പെയിന്റും വാങ്ങിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ക്വാളിറ്റി കൂടുതൽ കിട്ടാൻ നല്ലത്. അതുപോലെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഷീൻലാക്ക് ബ്രാൻഡിന്റെ D30 തിന്നറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ക്വാളിറ്റി ഉള്ള തിന്നർ വേണം ഈ എപ്പോക്സിയിൽ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ എപ്പോക്സി ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടോ, നമ്മൾ ആദ്യം തന്നെ പ്രൈമറാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോട്ട് അടിച്ചു. അതായത് നമ്മൾ ഗൾഫ് റെഡ് എന്ന് പറഞ്ഞൊരു ഇതാണ് അടിച്ചേക്കുന്നത്. ജെമ്മ് ബ്രാൻഡ് ഗൾഫ് റെഡ് ആണ് അതിന്റെ ഷെയ്ഡ്, ഗൾഫ് റെഡ്. ഇതാണ് ഫ്ലോറിൽ അടിക്കുന്നത് സാധാരണ. നമ്മൾ ഗ്രേ കളർ ഉപയോഗിച്ചില്ല, ഗ്രേ കളറിൽ നമ്മൾ റെഡാണ് ഉപയോഗിച്ചത്. കാണാൻ അല്പം അട്രാക്ഷൻ റെഡാണ്, അതുകൊണ്ട് ഗൾഫ് റെഡ് എന്ന് പറഞ്ഞ കളർ ഷെയ്ഡാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ഒരു കോട്ട് കളർ അടിച്ചു, അതിന്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് കോട്ട് ചെയ്തു. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ഗ്ലേസിംഗ് ആണത്. വെള്ളം ചാടിയാലൊന്നും ഇത് പിടിക്കില്ല, അങ്ങനെ തെറിച്ച് നിൽക്കും. ചേമ്പലയിൽ വെള്ളം ചാടിയ മെത്തേഡിലാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം. നമ്മൾ ടൈലിടുന്നതിനൊക്കെയും ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെലവ് ഉള്ളായിരിക്കും. ഇതിപ്പോ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 15 രൂപ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട് ഈ ഫ്ലോറിംഗ് എടുത്തതിന്. നമുക്ക് ഈ ഫ്ലോറിംഗ് എടുത്തതിന് ഇപ്പൊ ഏകദേശം നമുക്ക് സ്ക്വയർ ഫീറ്റിന് 15 രൂപയാണ് ചെലവ് വന്നേക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ സിമന്റ് ചാന്തിട്ടതിന് നമുക്ക് ഏകദേശം ഒരു 10 രൂപ വെച്ച് ഏകദേശം ചെലവ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 25 രൂപ നിലവിൽ ചെലവ് വന്നിട്ടുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് ഇപ്പൊ ടൈലിന്റെ ഒക്കെ റേറ്റ് കുറഞ്ഞാലും നമുക്കൊരു 60 രൂപ സ്ക്വയർ ഫീറ്റ് 4x2 ടൈലൊക്കെ കിട്ടും. അപ്പൊ അതിടാണെങ്കിൽ 400 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇടാണെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽസും ലേബറൊക്കെ എടുക്കുമ്പോൾ 30 രൂപ ചേർത്ത് കഴിഞ്ഞാലും നമ്മൾക്കൊരു 60 രൂപക്ക് നമുക്ക് സുഖമായിട്ട് ടൈലിട്ട് തീർക്കാൻ പറ്റും. പക്ഷെ ടൈലിന്റെ ഒരു ഭംഗിയല്ല നമ്മൾ എപ്പോക്സി ഇട്ട് നടക്കുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോക്സി കളർ അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ രണ്ടും രണ്ട് ഒരു സ്വഭാവമാണ്. പിന്നെ ബാത്റൂമിന്റെ വാളടിക്കാനൊക്കെ ഇത് നല്ലതാണ്. നമ്മളിപ്പോ എവിടെയും ബാത്റൂമിന്റെ വാളടിച്ചിട്ടുണ്ട്. വെള്ളം പിടിക്കില്ല മെയിനായിട്ട്. നമ്മൾ കുറഞ്ഞ ഷെയ്ഡൊക്കെ വാങ്ങിച്ചടിക്കുമ്പോൾ നമുക്ക് വെള്ളം പിടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിന് വെള്ളമൊന്നും പിടിക്കുന്നില്ല, ചേമ്പലയിൽ വെള്ളം ചാടിയ രീതിയിലാണ് നിൽക്കുന്നത്. അത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ഫ്ലോറിൽ നോക്കിയാൽ അറിയാം, വെള്ളം ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നത്. വെള്ളം എങ്ങും പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് വാളിലൊന്നും വെള്ളം പിടിക്കില്ല.
വാലിലേക്ക് നോക്കി കാണാം, അവിടെ വെള്ളം പിടിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. അപ്പൊ ഇങ്ങനെ നമ്മൾ എപ്പോക്സി ചെയ്യുന്ന ടൈമിലെല്ലാം നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പെയിന്റ് തന്നെ ഉപയോഗിക്കണം. മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള പെയിന്റുകൾ കിട്ടും. അത് വാങ്ങിച്ച് അടിച്ചാലാണ് നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊളച്ചൊക്കെ പോരും, ഭാവിയിൽ പല പ്രശ്നങ്ങളും വരും. നമുക്ക് മെയിൻ്റനൻസ് കൂടുതൽ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് വരും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോ ഒരു 3-4 പ്രാവശ്യം ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടൈൽ ചെയ്യാം. ടൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ടൈൽ തന്നെയാണ് എപ്പോഴും ലാഭകരം. അപ്പൊ ഞാൻ അതിന്റെ കോസ്റ്റ് എല്ലാം നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അത് ടൈലാണ് ലാഭകരം. പക്ഷെ ഇത് പലർക്കും ഈ വർക്ക് ഏരിയയിലൊക്കെ ടൈൽ ഇടാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് സ്ലിപ്പിംഗ് ഒക്കെ ഒരു പ്രശ്നമുണ്ട്, കറ പിടിക്കാനും. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നവരെ തിളങ്ങി തിളങ്ങി വരും. ഈ ഫ്ലോറിങ്ങിന്റെ പ്രത്യേകതയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നവരും നമ്മുടെ ഫ്ലോറിങ് തിളങ്ങി തിളങ്ങി വന്നുകൊണ്ടിരിക്കും. ടൈലിന്റെ ഒരു സ്വഭാവമല്ല ഇവിടെ അടിക്കുമ്പോൾ, പക്ഷെ അന്ന് ചെലവ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾ എനിക്ക് കമന്റായി രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.